+1 ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ച് എങ്ങനെ നമ്മൾ കാണണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സി ഗൈസ്, ഇറ്റ്സ് മീ JB ഫ്രം സൈലം ലേണിംഗ്. നോക്കടാ, മാറ്ററിന്റെ 3 സ്റ്റേറ്റിലെ ഗ്യാസസ് സ്റ്റേറ്റിൽ നിൽക്കുന്ന മാറ്റർ, ഈ ഗ്യാസസ് സ്റ്റേറ്റിലുള്ള മാറ്ററിന് നമ്മൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹീറ്റ് എനർജി കൊടുക്കുന്നു, അതിന്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അത് ടെമ്പറേച്ചറിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഗ്യാസസ് സ്റ്റേറ്റിലെ മാറ്റർ ടെമ്പറേച്ചറിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ പഠിക്കുന്നുണ്ട്. സോ ഞാനിതിന് ഹീറ്റ് എനർജി കൊടുക്കുന്നു. സോ ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ മെഷർ ഓഫ് ഹീറ്റ് എനർജി ടെമ്പറേച്ചർ ആണ് ഈ സിസ്റ്റത്തിന്, വിച്ച് മീൻസ് ഈ ഗ്യാസ് മോളിക്യൂൾ ഫിൽ ചെയ്ത് വെച്ചേക്കുന്ന സിസ്റ്റം, ഇതിൻ്റെ ഉൾഭാഗം സിസ്റ്റം, അതിൻ്റെ ഔട്ട്സൈഡ് സറൗണ്ടിങ്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ അകത്ത് ഫിൽ ചെയ്ത് വെച്ച ഗ്യാസ് മോളിക്യൂളിന് ടെമ്പറേച്ചർ ഉണ്ട്, ആൻഡ് ഇറ്റ് ഹാസ് വോളിയം, പ്രഷർ, നമ്പർ ഓഫ് മോൾസ്, ഇത്രയും ക്വാണ്ടിറ്റീസ് ഉണ്ട്. ദീസ് ആർ വാരിയബിൾ. ഇനി ഇതിന് ഇന്റേണൽ എനർജി ഉണ്ട്, ഇതിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് എനർജി ഉണ്ട് ഫ്രം സറൗണ്ടിങ്, അല്ലെങ്കിൽ ഒരു സോഴ്സിൽ നിന്നും ഹീറ്റ് എനർജി കൊടുക്കുന്നുണ്ട്. സോ ഹീറ്റ് എനർജി, ഇറ്റ് ഹാസ് ഹീറ്റ് എനർജി, ഇത് എനർജിയാണ്. ഇന്റേണൽ എനർജിയും എനർജി, വിച്ച് മീൻസ് ജൂളിൽ മെഷർ ചെയ്യുന്ന എനർജീസ് ആണ്. എനർജിയുടെ മെഷർ, ഹീറ്റ് എനർജിയുടെ മെഷർമെന്റ് അല്ലെങ്കിൽ ഹീറ്റ് എനർജി എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാവുന്നത് ടെമ്പറേച്ചർ നോക്കിയിട്ടാണ്. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ഇറ്റ് ഹാസ് ഹീറ്റ് എനർജി ഇതിന് വളരെ കൂടുതലാണ്. ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ഹീറ്റ് എനർജി കുറവാണ്. ഇതൊക്കെ തെർമോ ഡൈനാമിക് വാരിയബിൾ എന്നാണ് നമ്മൾ പറയുക. ഈ ടെമ്പറേച്ചർ, വോളിയം, പ്രഷർ, നമ്പർ ഓഫ് മോൾസ്, ഇത് എനർജിയാണ്. ദെൻ ഈ ഗ്യാസ് മോളിക്യൂളിന് എനർജി കിട്ടുമ്പം ആ ഗ്യാസ് മോളിക്യൂൾ ആ എനർജി യൂസ് ചെയ്യുന്നത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ. അപ്പോൾ ഈ ഗ്യാസ് മോളിക്യൂളിൻ്റെ എനർജി, ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി യൂസ്ഡ് ആസ് കൈനറ്റിക് എനർജി. സോ ഇന്റേണൽ എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് മോളിക്യൂളിൻ്റെ ഓരോ മോളിക്യൂൾസിൻ്റെയും ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് അതിൻ്റെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. കാരണം ഗ്യാസ് മോളിക്യൂളിന് പൊട്ടൻഷ്യൽ എനർജി ഇല്ല. പൊട്ടൻഷ്യൽ എനർജി ഇല്ലാത്തത് ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ ഇന്റർ മോളിക്യുലാർ ഫോഴ്സ് നെഗ്ലിജിബിളി സ്മോൾ ആയതുകൊണ്ട് നമ്മളത് 0 എന്നാണ് ട്രീറ്റ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുമ്പോൾ അതിന് വെലോസിറ്റി, ആക്സിലറേഷൻ അല്ല, വെലോസിറ്റി, എനർജി, അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ വരും. ഗ്യാസ് മോളിക്യൂൾ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫിസിക്സ്, ഗ്യാസ് മോളിക്യൂൾസിന്റെ കൈനറ്റിക്സ്. അത് നമുക്കറിയാം. ഗ്യാസ് മോളിക്യൂളിന്റെ ആവറേജ് വെലോസിറ്റി, ലെറ്റ് ഇറ്റ് ബി RMS വെലോസിറ്റി 3RT/m or RMS velocity is equal to 3kBT/m. നമുക്ക് 3RT/m ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാം. ക്യാപിറ്റൽ M, ഹിയർ ഇറ്റ് സ്മോൾ ലെറ്റർ M. ഒരു മോളിക്യൂൾ ഗ്യാസ്, ഒരു മോളിക്യൂൾ, ഇപ്പോൾ അതിൻ്റെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് CO2. ഒരു CO2 മോളിക്യൂളിൻ്റെ ആവറേജ് വെലോസിറ്റി, RMS വെലോസിറ്റി, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ആണ് ഈ എഴുതിയേക്കുന്നത് ഒരു മോളിക്യൂൾ ഗ്യാസിൻ്റെ. അപ്പം ഈ മാസ് എന്തായിരിക്കും? മോളിക്കുലാർ മാസ്. KB എന്ന് പറയുന്നത് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, അവിടെ മോളിക്കുലാർ മാസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഒരു മോളിക്യൂൾ ഗ്യാസിന്റെ കാര്യങ്ങളായിരിക്കും അത്. ഇനി അങ്ങനെ അവോഗാഡോ നമ്പർ ഓഫ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് ഒരു മോൾ CO2 ഗ്യാസിന്റെ RMS വെലോസിറ്റി ആണ് 3RT/m. അപ്പം ഈ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വരുന്നിടത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മാസ് മോളാർ മാസ് ആയിരിക്കും. അപ്പോൾ അത് അത്രയും വെലോസിറ്റി ഉണ്ടെങ്കിൽ അതിന് കൈനറ്റിക് എനർജി ഉണ്ട്. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2RT. ഒരു മോളിന്, 1 മോൾ ഗ്യാസിന്, ഒരു മോളിക്യൂൾ ആണെങ്കിൽ 3/2 kBT. T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, KB എന്ന് പറഞ്ഞാൽ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്. ഇത് ഒരു ഗ്യാസ് മോളിക്യൂൾ മൂവ് ചെയ്യുമ്പോൾ, ഒരു ഗ്യാസ് മോളിക്യൂൾ 3 ഡിറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും, XY Z ഇൻഡിപെൻഡന്റ് ആയിട്ട്. എക്സിൽ മൂവ് ചെയ്യുമ്പോൾ Yയും Zയും ഫിക്സ്ഡ് ആണ്, സെഡിൽ മൂവ് ചെയ്യുമ്പോൾ Xും Yയും ഫിക്സ്ഡ് ആക്കി മൂവ് ചെയ്യാം. അപ്പോൾ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എനർജി പൊസസ് ചെയ്യാനുള്ള നമ്പർ ഓഫ് വേ ആണ്. എത്ര നമ്പർ ഓഫ് വേയിൽ, എത്ര രീതിയിൽ എനർജി പൊസസ് ചെയ്യാന്നുള്ള. അപ്പോൾ ഇതിന് 3 ഡിറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും, XY Z. അപ്പോൾ 3 ഡയറക്ഷനിൽ 3 രീതിയിൽ മൂവ് ചെയ്തുകൊണ്ട് എനർജി പൊസസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ നമ്പർ ഓഫ് ഫ്രീഡം, എനർജി പൊസസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് വേസ് ഈസ് 3 ആണ്. അതാണ് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം, എനർജി ഉണ്ടാക്കാനുള്ള ഫ്രീഡത്തിൻ്റെ ഡിഗ്രി. അപ്പോൾ അതിന് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളത്. അപ്പോൾ മോണോ അറ്റോമിക് ആണ് ആ ഗ്യാസ് എങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ആർഗൺ ആണെങ്കിൽ, ആർഗൺ ഒരു ആറ്റമാണ്, ആർഗണിൽ ഒരു ആറ്റമാണ് അറ്റോമിക് ഗ്യാസ് ആണ്. അപ്പോൾ ഡയാറ്റോമിക് ആണെങ്കിൽ അതിന് 3 ട്രാൻസ്ലേഷൻ മോഷൻ പോസിബിൾ ആണ്, ഞാനിപ്പോൾ പറഞ്ഞു. അതുപോലെ അതിന് റൊട്ടേറ്റ് ചെയ്യാനും പറ്റും, 2 ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അതൊരു ലീനിയർ സ്ട്രക്ചർ അല്ലേ. അപ്പോൾ അതിന് എക്സ്ട്രാ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടെ ഉണ്ടാവും. അപ്പോൾ എനിവേ ജനറലി പറയുകയാണെങ്കിൽ ഗ്യാസ് മോളിക്യൂളിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം, എനർജി പ്രോസസ് ചെയ്യാനുള്ള വഴി ഡിഗ്രി ഓഫ് ഫ്രീഡം മോണോ അറ്റോമിക്കിന്
മോണോ അറ്റോമിക്കിന് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് ഡിനോട്ടഡ് ബൈ എഫ്. മോണോ അറ്റോമിക്കിന് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം, 3 ട്രാൻസ്ലേഷൻ. ഡയ അറ്റോമിക്കിന് 3 ട്രാൻസ്ലേഷൻ, 2 റൊട്ടേഷൻ, 5 ഡിഗ്രി ഓഫ് ഫ്രീഡം. അത് റിജിഡ് ആണെങ്കിൽ, നോൺ റിജിഡ് ആണെങ്കിൽ വൈബ്രേഷനും കൂടെ ഉണ്ടാവും. വൈബ്രേഷൻ ഉണ്ടാവും, അതിന്റെ വൈബ്രേഷൻ കാരണം ഒരു 2 ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടും, ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടെ ഉണ്ടാവും. സോ ഇത് റിജിഡ്. ഇനി നോൺ റിജിഡ് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 7. അത്രയും തൽക്കാലം നമുക്ക് ആവശ്യമുള്ളൂ. പോളി അറ്റോമിക്കിലേക്ക് ഞാൻ പോകുന്നില്ല. മോണോഅറ്റോമിക്, ഡയറ്റോമിക് മതി. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ എനർജി കിട്ടും. എനർജി മീൻസ് കൈനറ്റിക് എനർജിയാണ്, അതന്നെയാണ് ഇന്റേണൽ എനർജി. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു n number of degree of freedom, which means f ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്കിൽ kinetic energy is equal to, or internal energy is equal to, f/2 RT. This f/2 R is called specific heat capacity at constant volume. So internal energy of gas molecule can be written as CV into temperature. f/2 RT. f/2 RT you can write it as CVT. ഒരു മോൾ ഗ്യാസിന്റെ ആണേ. So this is the internal energy. അപ്പോൾ മാറ്റർ ഹീറ്റ് എനർജി അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ മാറ്റർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതാണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ നമ്മൾ പഠിക്കുന്നത്. ഗ്യാസ് മോളിക്യൂൾ ഹീറ്റ് എനർജി അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹീറ്റ് എനർജി, ഗ്യാസ് മോളിക്യൂൾ എന്ന് പറയുന്നത് മാറ്ററിന്റെ ഒരു സ്റ്റേറ്റ് അല്ലേ, തേർഡ് സ്റ്റേറ്റ്. അപ്പോൾ ഹീറ്റ് എനർജിനോട് ഗ്യാസ് മോളിക്യൂൾ എങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നു, ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസിൽ പഠിച്ചിട്ട് ഗ്യാസ് മോളിക്യൂൾ മൂവ് ചെയ്യുമ്പോഴുള്ള എനർജി, കൈനറ്റിക് എനർജി, വെലോസിറ്റി, അത്രയും കാര്യങ്ങളൊക്കെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് മോളിക്യൂൾ പഠിച്ചിട്ടാണ് നമ്മൾ തെർമോഡൈനാമിക്സിലേക്ക് വരുന്നത്. തെർമോഡൈനാമിക്സ് ഈസ് വെരി സിമ്പിൾ. ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ എനർജി ക്യാരി ചെയ്യാൻ ഗ്യാസ് മോളിക്യൂൾസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെർമോഡൈനാമിക്സിൽ വരുന്നു. ആ ഗ്യാസ് മോളിക്യൂൾ ഈ സിസ്റ്റത്തിനൊരു ഫിക്സ്ഡ് പ്രഷർ ഉണ്ട്. സോ ഐ ക്യാൻ റൈറ്റ് ഹിയർ. ഒരു പ്രഷർ ഉണ്ട്, വോളിയം ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, നമ്പർ ഓഫ് മോൾസ് ഉണ്ട് ഗ്യാസ് മോളിക്യൂളിന്. സോ ഇതൊക്കെ ഇതിൽ ഏതെങ്കിലും ഒന്ന് വാരി ചെയ്താൽ, അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ആളുകൾ വാരി ചെയ്താൽ, തെർമോഡൈനാമിക് വാരിയബിൾസ് വാരി ചെയ്താൽ അതൊരു തെർമോഡൈനാമിക് പ്രോസസ്സായി. അപ്പോൾ ഇവിടുന്ന് പുറത്തുനിന്ന് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു. സോ പുറത്തുനിന്ന് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജി ഡെൽറ്റ ക്യൂ. അത് 2 കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുക. ഒന്ന്, ഗ്യാസ് മോളിക്യൂളിന്റെ ഇന്റേണൽ എനർജി റൈസ് ചെയ്യാൻ. നേരത്തെ ഞാൻ ഇന്റേണൽ പറഞ്ഞല്ലോ, ടോട്ടൽ കൈനറ്റിക് എനർജി f/2 RT. അതിൽ ഇന്റേണർജി കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യും. ഇന്റേണർജി കൂട്ടാന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പം ഇപ്പോൾ സിസ്റ്റത്തിന് ഒരു ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് ഹീറ്റ് കിട്ടുമ്പോൾ ഓഫ് കോഴ്സ് ആ ടെമ്പറേച്ചർ കൂടും. അത് 2 കാര്യത്തിന് യൂസ് ചെയ്യുന്നു. ഒന്ന്, ഇന്റേണൽ എനർജി റൈസ് ചെയ്യാൻ, പ്ലസ് പിന്നെ ഈ സിസ്റ്റത്തിന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ഒരു സൈഡ് മൂവബിൾ ആണ്. സോ ഗ്യാസ് മോളിക്യൂളിന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി സ്പേസ് ഇല്ലാത്തത് കാരണം ഈ പിസ്റ്റനെ പുഷ് ചെയ്യുന്നു. അപ്പോൾ ഈ പിസ്റ്റൺ മുന്നോട്ടേക്ക് മൂവ് ചെയ്യുന്നു ബിക്കോസ് ഓഫ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്താൽ വിച്ച് മീൻസ് വർക്ക് ഡൺ. ഇവിടെ ഒരു വീല് ഫിക്സ് ചെയ്താൽ, എഞ്ചിൻ വീൽ ഫിക്സ് ചെയ്താൽ എഞ്ചിൻ വീൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. സോ ദ സിസ്റ്റം, ഗ്യാസ് മോളിക്യൂൾ ഹീറ്റ് എനർജി ക്യാരി ചെയ്യുന്നു. ആ ഹീറ്റ് എനർജി യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നു. സോ ഹീറ്റ് എനർജി ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ മെക്കാനിക്കൽ വർക്ക്. അപ്പം ഹീറ്റ് എനർജി മെക്കാനിക്കൽ വർക്കാക്കി കൺവേർട്ട് ചെയ്യുന്നു. സോ തെർമോ ഡൈനാമിക്സ്, ഹീറ്റ് എനർജി വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഡൈനാമിക്സ് ആവുന്നു. ദാറ്റ് ഇസ് ദ പേർപ്പസ് ഓഫ് തെർമോഡൈനാമിക്സ്. ആ ബ്രാഞ്ച് അങ്ങനെയാണ് വർക്കാവുന്നത്. ഇത് നമുക്ക് എല്ലാ കേസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണ്. ബട്ട് ഓരോ കേസിലും ഇതിന്റെ ഫോം മാറും. ഹീറ്റ് സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്താൽ ഡെൽറ്റ ക്യൂ പോസിറ്റീവ്, ഹീറ്റ് ആഡഡ് ടു ദ സിസ്റ്റം. സിസ്റ്റത്തിന് ഹീറ്റ് കിട്ടിയതാണ്, വിച്ച് മീൻസ് പോസിറ്റീവ്. സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിലീസ് ചെയ്താൽ സിസ്റ്റത്തിന്റെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സിസ്റ്റത്തിന്റെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കുക, സിസ്റ്റത്തിന് ഹീറ്റ് കിട്ടിയാൽ കിട്ടിയതാണ് പോസിറ്റീവ്. സിസ്റ്റത്തിന് ഹീറ്റ് റിലീസ് ചെയ്താൽ നഷ്ടപ്പെട്ടാൽ ടേക്കൺ ഫ്രം ദ സിസ്റ്റം, വിച്ച് മീൻസ് ഹീറ്റ് റിലീസ് ചെയ്തു, ഹീറ്റ് നഷ്ടപ്പെട്ടു, അത് പോയതാണ്, വിച്ച് മീൻസ് നെഗറ്റീവ്. ടെമ്പറേച്ചർ കൂടിയാൽ ഇന്റേണൽ എനർജി കൂടും. ഇന്റേണൽ എനർജി കൂടിയാൽ പോസിറ്റീവ്, കുറഞ്ഞാൽ നെഗറ്റീവ്. എക്സ്പാൻഷനിൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ്, വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. കംപ്രഷൻ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്, വർക്ക് ഓൺ ദ സിസ്റ്റം ഗ്യാസിലേക്ക് ചെയ്യുന്നു. സോ വർക്ക് ഡൺ നെഗറ്റീവ്. ആൻഡ് ഇന്റേണൽ എനർജി ചേഞ്ച് ഫോർ ഓൾ കേസ്, ഇന്റേണൽ എനർജി ചേഞ്ച് is equal to n number of moles CV delta T change in temperature. So internal energy can be written as, internal energy ചേഞ്ചിനെ വേണമെങ്കിൽ നമുക്ക് n f/2 R delta T എന്ന് എഴുതാം, or n CV delta T എന്ന് എഴുതാം, because CV is equal to degree of freedom by 2 RT and CP is equal to specific capacity at constant pressure f/2 plus 1 RT. യെസ് ഗൈസ്, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏത് കേസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് ഫോർ എനി തെർമോഡൈനാമിക് പ്രോസസ്. ആൻഡ് ദ മേജർ വൺ ഇസ് PV is equal to nRT.
ഒരു കണ്ടെയ്നറിൽ ഗ്യാസ് മോളിക്യൂൾ ഫില്ല് ചെയ്താൽ ആ കണ്ടെയ്നറിൽ ഫില്ല് ചെയ്ത ഗ്യാസ് മോളിക്യൂൾസിന്റെ ടോട്ടൽ പ്രഷർ, ടോട്ടൽ വോളിയം ആൻഡ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആൻഡ് ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസ്, ഇവ മൂന്നും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് PV = nRT. ഇതിൽ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി നിർത്തി വോളിയം ചേഞ്ച് ചെയ്താൽ പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം NR ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. പ്രഷർ വോളിയം കോൺസ്റ്റന്റ് ആക്കി നിർത്തി പ്രഷർ ചേഞ്ച് ചെയ്താൽ ചേഞ്ച് ഇൻ പ്രഷർ വോളിയം ഇൻറ്റു ചേഞ്ച് ഇൻ പ്രഷർ NR ΔT. പ്രഷർ വോളിയം ചേഞ്ച് ചെയ്താൽ ചേഞ്ച് ഇൻ പ്രഷർ ഇൻറ്റു വോളിയം NR ΔT. സോ പല കേസിലും നമുക്ക് ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് എന്താ പറയുക അപ്ലൈ ചെയ്യാൻ പറ്റും പ്രോബ്ലത്തിൽ. ഈ പറഞ്ഞ 3 ചാപ്റ്ററിലും ഗ്യാസ് മോളിക്യൂൾസിന്റെ തെർമൽ പ്രോപ്പർട്ടീസിലും ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുമ്പോഴുള്ള കൈനറ്റിക്സിലും ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്തുകൊണ്ട് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന തെർമോഡൈനാമിക്സിലും. ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റത്തിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു ഓർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്യും. ബിക്കോസ് ഇതൊരു ഇനീഷ്യൽ സ്റ്റേജിൽ ഇതിന് പ്രഷർ P ആയിരുന്നു, വോളിയം V ആയിരുന്നു. ഇത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ വോളിയം മാറി, മേ ബി അത് ഡബിൾ ആയി, അല്ലെങ്കിൽ വോളിയം ചേഞ്ച് ചെയ്തു, ഇൻക്രീസ് ചെയ്തു, വോളിയം ഇൻക്രീസസ്, വോളിയം ഇൻക്രീസസ്, അപ്പോൾ പ്രഷർ ഡിക്രീസസ്. സോ ഇമാജിൻ ദാറ്റ് വോളിയം പകുതിയായി V/2, അപ്പോൾ പ്രഷർ ഡബിളായി 2P. അല്ലെങ്കിൽ വോളിയം ഡബിളായി, എക്സ്പാൻഷനിൽ വോളിയം കൂടുക ചെയ്യുക, അപ്പോൾ പ്രഷർ പകുതിയായി. വോളിയം എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു അതിനനുസരിച്ച് പ്രഷർ ചേഞ്ച് ചെയ്യുന്നു, അതാണ് ഈ കേസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? PV is a constant. സപ്പോസ് ഇതേപോലെ നമ്മൾ ഒരു പ്രോസസ്സ്, വേറൊരു തെർമോഡൈനാമിക് പ്രോസസ്സ് നോക്കുമ്പോൾ പ്രഷർ വോളിയം ഡബിളായി, പ്രഷർ അപ്പം /4 ആയി, പ്രഷർ 4/1 കുറഞ്ഞു, വോളിയം ഡബിൾ ആയപ്പോൾ. അങ്ങനെയും തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കാം. എന്തോ ഒരു സെവറൽ കണ്ടീഷനിൽ അങ്ങനെ നടന്നു. അങ്ങനെയും ഒരു പ്രോസസ്സ് നടന്നു. വോളിയം /4 ആയി, പ്രഷർ /4 ആയി, വോളിയം V/2 ആയപ്പോൾ പ്രഷർ 4P ആയി. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വോളിയത്തിലെ ചേഞ്ചിന്റെ സ്ക്വയർ ടൈംസ് ആണ് പ്രഷറിൽ ചേഞ്ച് വരുന്നത്. ലെറ്റ്സ് സീ വോളിയം 3V ആവുമ്പോൾ പ്രഷർ /9 ആവുന്നു. സോ ഇവിടെ എന്ത് പറയേണ്ടി വരുന്നവരടാ? PV/2 ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം സ്ക്വയർ. പ്രീവിയസ് കേസിൽ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വോളിയം ആയിരുന്നു. പ്രഷറിൽ വോളിയത്തിൽ എന്ത് ചേഞ്ചോ അതേ ചേഞ്ച് പ്രഷറിലും സംഭവിക്കുന്നു, നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. ഇവിടെ വോളിയത്തിൽ എന്ത് ചേഞ്ച് സംഭവിക്കുന്നു അതിന്റെ സ്ക്വയർ ആയിട്ടാണ് പ്രഷർ മാറുന്നത്. വോളിയം 2 ടൈംസ് ആയപ്പോൾ പ്രഷർ /4 ആയത് 2V സ്ക്വയർ ചെയ്യുമ്പോഴാണ്. ഇനി വേറൊരു പ്രോസസ്സ് നമ്മൾ നോക്കുമ്പോൾ വോളിയം 3 ടൈംസ് ആയപ്പോൾ അല്ലെങ്കിൽ വോളിയം 2 ടൈംസ് ആയപ്പോൾ പ്രഷർ /8 ആയി. അപ്പം നമുക്ക് എന്ത് പറയാം? പ്രഷർ ഇൻറ്റു വോളിയം ക്യൂബ് ഈസ് എ കോൺസ്റ്റന്റ്. പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ക്യൂബ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് വോളിയം ഡബിൾ ആയപ്പം അതിന്റെ ക്യൂബ് ടൈംസ് പ്രഷർ കുറഞ്ഞത്. അപ്പം അങ്ങനെയും പ്രോസസ്സ് സംഭവിക്കാം. ഇനി വേറൊരു കാര്യം പറയട്ടെ, പ്രഷർ ഇൻറ്റു വോളിയം (-1) ഈസ് എ കോൺസ്റ്റന്റ്. അങ്ങനെ പറഞ്ഞാൽ പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/V⁻⁻1. ഈ വോളിയത്തിന് അങ്ങോട്ട് കൊണ്ടുപോയാൽ കോൺസ്റ്റന്റ് വോളിയം (-1) കോൺസ്റ്റന്റ് റിമൂവ് ചെയ്യാം. അപ്പോൾ വോളിയം മുകളിലേക്ക് കൊണ്ടുപോയാൽ പ്രഷർ ഇസ് പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് വരും. പ്രഷർ ഇസ് പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് പറയുമ്പോൾ ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പ്രഷർ P, വോളിയം V, എക്സ്പാൻഷൻ നടന്നു കഴിഞ്ഞപ്പോൾ വോളിയം ഡബിൾ ആയി, അപ്പോൾ പ്രഷറും ഡബിൾ ആവാം. അപ്പോൾ വോളിയം കൂടുമ്പോൾ പ്രഷറും കൂടാം, വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയാം. അത് ഏത് രീതിയിൽ കുറയാം, എങ്ങനെ വേണമെങ്കിലും കുറയാം. അതിൻ്റെ ഒരു ജനറൽ ഫോമിൽ പറയാം നമുക്ക് PV⁻x is a constant. PV⁻x is a constant. ആ എക്സിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് പ്രഷറും വോളിയവും മാറുന്നതിൻ്റെ ഒരു രീതി മാറും. ആ രീതി മാറുന്നതിനനുസരിച്ച് PV⁻1 x is equal to 1 ആയാൽ PV⁻1 എന്ന് വെച്ചാൽ PV is a constant. PV is a constant എന്ന് പറഞ്ഞാൽ PV is equal to nRT ആണ്. PV കോൺസ്റ്റന്റ് ആണെങ്കിൽ T ഷുഡ് ബി എ കോൺസ്റ്റന്റ് ആൻഡ് ദാറ്റ് ഇസ് ഓൾ നോൺ ആസ് ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇന്റേണൽ എനർജി ഫിക്സ്ഡ് ആണ്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ NCV ΔT. അപ്പോൾ ΔT 0, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. അപ്പം ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 0. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ΔQ ഇന്റേണൽ എനർജി 0 ആണ്, ΔU ഇല്ല. ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് ഫോർ വർക്ക്. ആൻഡ് ഐസോതെർമൽ പ്രോസസ്സിന്റെ വർക്ക് ഡണ്ണിന് മറ്റൊരു ഇക്വേഷൻ നമുക്കറിയാം, പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം
പി ഡെൽറ്റ വി അല്ലേ, വർക്ക് ഡൺ ഇസ് ഓൾവേസ് പി ഡെൽറ്റ വി. പക്ഷേ പ്രഷർ ചേഞ്ച് ചെയ്യുമ്പോൾ വോളിയം അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. പ്രഷറും വോളിയം ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയതുകൊണ്ട് പ്രഷർ ഇൻറ്റു സ്മോൾ ചേഞ്ച് ഇൻ വോളിയം, പി വി is equal to nRT. So pressure is equal to RT nRT divided by V. So work done is equal to പ്രഷറിന് പകരം നമ്മൾ nRT ഡിവൈഡഡ് ബൈ വിനെ V raised to -1 അല്ലെങ്കിൽ 1/V ഇൻറ്റു 1/V dV. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ഫ്രം V1 to V2 എക്സ്പാൻഷൻ നടക്കുമ്പോൾ 1/V ഇൻ്റഗ്രേറ്റ് ചെയ്താൽ log V ആവും. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്താൽ log V2 മൈനസ് log V1. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു nRT log V2/V1. സോ വർക്ക് ഡണ്ണിന് ഐസോതെർമൽ പ്രോസസ്സിലെ ജനറൽ ഇക്വേഷൻ, ഐസോതെർമൽ പ്രോസസ്സിലെ കണ്ടീഷണൽ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ ഇസ് പി ഡെൽറ്റ വി. സി ഇനി നോക്കൂ, പി വി റൈസ് ടു എക്സ് ഇസ് എ കോൺസ്റ്റന്റ്, അതായത് ഒരു നോർമൽ പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ കീപ്പ് ചെയ്യാവുന്ന ഒരു റിലേഷൻ ആണ്. അപ്പോൾ പി വി റൈസ് ടു 0 ഇസ് എ കോൺസ്റ്റന്റ് ആണെങ്കിലോ വി റൈസ് ടു 0 ഇനി നമ്പർ റൈസ് ടു 1. അപ്പോൾ പ്രഷർ ഇസ് എ കോൺസ്റ്റന്റ്. പ്രഷർ കോൺസ്റ്റന്റ് ആയ പ്രോസസ് ആണെങ്കിൽ പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം ഇസ് ഈക്വൽ ടു NR ഇൻറ്റു ചേഞ്ച് ഇൻ പ്രഷർ. പ്രഷർ കോൺസ്റ്റന്റ് ആയ പ്രോസസ് നോൺ ആസ് ഐസോബാറിക് പ്രോസസ്. ഐസോബാറിക് പ്രോസസ്സിൽ വർക്ക് ഡൺ, ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു, പ്രഷർ കോൺസ്റ്റന്റ് ആക്കി നിർത്തി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ എക്സ്പാൻഷൻ കാരണമുള്ള വർക്ക് ഡൺ പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം, യെസ് ദിസ് പി ഡെൽറ്റ വി ആൻഡ് പി ഡെൽറ്റ വി ഓൾസോ ഈക്വൽ ടു NR ഡെൽറ്റ ടി. കോൺസ്റ്റന്റ് പ്രഷറിൽ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് NCP ഡെൽറ്റ ടി ആണ്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഏത് കേസിലും NCV ഡെൽറ്റ ടി ആണ്. NCV ഡെൽറ്റ ടി. അപ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആക്കിയിട്ടാണ് പ്രോസസ്സ് നടക്കുന്നത് എങ്കിലും ആ പ്രോസസ്സിൽ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് NCP ഡെൽറ്റ ടി ആണ്. അതിൽ NCV ഡെൽറ്റ ടി ഇത്രയും ഹീറ്റ് എനർജി ഇന്റർജി ചേഞ്ചിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. വർക്ക് ഡൺ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഐസോബാറിക് പ്രോസസ്. അപ്പം ഐസോതെർമൽ പ്രോസസ്സിന്റെ പ്രഷർ വോളിയം ഗ്രാഫ് വരച്ചാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഇങ്ങനെ വരും. ഐസോബാറിക് പ്രോസസ്സിന്റെ പ്രഷർ വോളിയം ഗ്രാഫ് വരച്ചാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിന്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടാൽ നമുക്ക് വർക്ക് ഡൺ കിട്ടും. സോ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ അറിയോ, ഏരിയ എന്ന് പറയുന്നത് പ്രഷർ ഇത്രയും ഭാഗം അതിന്റെ പ്രഷർ, വോളിയം ഇത്രയും ഹൈറ്റ് ആണ് പ്രഷർ, വോളിയം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് ഈ ബേസും. അപ്പോൾ ആ ഷേപ്പിൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഈ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കും, ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഓൾവേസ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്നാണ്. അല്ല, പി വി ഡയഗ്രത്തിൽ വോളിയം വൈ ആക്സിലും പ്രഷർ എക്സ് ആക്സിലും വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രാഫ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ മേ ബി ഇങ്ങനെയാണ് തന്നതെന്ന് വിചാരിച്ചു. സോ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതാണ് വരിക. സോ ഏരിയ അണ്ടർ ദ ഗ്രാഫ് വിച്ച് മീൻസ് ഗ്രാഫ് എവിടെയാണ് അവിടുന്ന് എക്സ് ആക്സിസിലേക്കുള്ള, അതല്ല ഏരിയ അല്ല ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുന്നത്, അവിടുന്ന് വോളിയം ഏത് ആക്സിസിലാണോ അവിടേക്കുള്ള ഏരിയ ആണ്. അപ്പം നോർമലി വോളിയം എക്സ് ആക്സിൽ ആയതുകൊണ്ടാണ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. പക്ഷേ വോളിയം തിരിച്ചു വന്നാൽ മാറും, നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തരും. ദെൻ അടുത്തതൊരു പോസിബിലിറ്റി ഞാൻ പറയട്ടെ, പി വി റേസ് ടു 1/x ഇസ് എ കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിച്ചു. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് എക്സ്പ്ലനേഷൻ ആണ്, ജസ്റ്റ് കേട്ടാൽ മതി. പി വി റേസ് ടു എക്സ് ഇസ് എ കോൺസ്റ്റന്റ്, 1/x അല്ല, പി വി റേസ് ടു എക്സ് ഇസ് എ കോൺസ്റ്റന്റ്. ഞാൻ രണ്ട് സൈഡിലും 1/xനെ പവർ ആക്കി എഴുതാണ്. ഇവിടെ റേസ് ടു 1/x, ഇവിടെ വി റേസ് ടു എക്സ് ഹോൾ റേസ് ടു 1/x, കോൺസ്റ്റന്റ് റേസ് ടു 1/x. അപ്പോൾ ഈ എക്സ് എക്സും കട്ടായി പോവും. അപ്പോൾ പി റേസ് ടു എക്സ് 1/x ഇൻറ്റു വി ഇസ് എ കോൺസ്റ്റന്റ് റേസ് ടു 1/x അഗെയിൻ എ കോൺസ്റ്റന്റ്. അപ്പോൾ പി റേസ് ടു 1/x, പി റേസ് ടു 1/x, പി റേസ് ടു 1/x, പി റേസ് ടു 1/xൽ എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആയാൽ 1/∞ is equal to 0. അപ്പോൾ പ്രഷർ റേസ് ടു 0 ഇൻറ്റു വോളിയം ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ വോളിയം ഈസ് എ കോൺസ്റ്റന്റ്. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ അതൊരു ഐസോകോറിക് പ്രോസസ് ആണ്. ചേഞ്ച് ഇൻ വോളിയം 0, ചേഞ്ച് ഇൻ വോളിയം 0 ആണെങ്കിൽ വർക്ക് 0. ഐസോകോറിക് പ്രോസസ്സിൽ വർക്കില്ല, അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജി മുഴുവൻ ഇന്റേണൽ എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. ഐസോകോറിക് പ്രോസസ്സിന് പി വി ഡയഗ്രാം വിൽ ബി ലൈക്ക് ദിസ്. ആൻഡ് ദ വെരി ലാസ്റ്റ് വൺ, പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. പ്രഷർ ഇൻറ്റു വോളിയം റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. ഗാമ എന്ന് പറയുന്നത് CP/CV, സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഡിവൈഡ് ബൈ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ്, സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഡിവൈഡ് ബൈ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അതാണ് ഗാമ എന്ന് പറയുന്നത്. ഗാമ മോണോക്കും ഡയക്കും എത്രയാണെന്നുള്ളത് പഠിച്ചു വെക്കണം. മോണോ അറ്റോമിക്കിന് ഗാമ 5/3, ഡയറ്റോമിക് 7/5. അത്യാവശ്യം നമുക്ക് അറിയേണ്ട ഡാറ്റ അതാണ് ഫ്രം ദ ചാപ്റ്റർ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് മോളിക്യൂൾ. ഇങ്ങനെ പറഞ്ഞാൽ ഇതിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കണം.
പി വി ഈസ് എ കോൺസ്റ്റൻറ്റും പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റ് നമ്മൾ വ്യത്യാസം. സി, ഞാൻ ഒരു ഐസോതെർമൽ പ്രോസസ്സും ഒരു അഡിയബാറ്റിക് പ്രോസസ്സും കമ്പയർ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം ഒരു ഐസോതെർമൽ പ്രോസസ്സും അഡിയബാറ്റിക് പ്രോസസ്സും ശ്രദ്ധിച്ച് നോക്കുക. രണ്ട് ഗ്രാഫ്. ഇനീഷ്യലി ഒരു ഗ്യാസ് ഫിൽ ചെയ്ത് വെച്ചു, അതിലെ പ്രഷർ പി, വോള്യൂം വി. ഫൈനലി പ്രഷർ മാറി, വോള്യൂം മാറി. ഗ്രാഫിൽ വരയ്ക്കുമ്പം ദിസ് ഇസ് വോള്യൂം, ഇനീഷ്യൽ വോള്യൂം വി, ഫൈനൽ വോള്യൂം 2v എക്സ്പാൻഡ് ചെയ്തു. അപ്പം 2v എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോള്യൂം, ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ വെറും വി, വിച്ച് മീൻസ് വോള്യൂം ഡബിൾ ആയി. വോള്യൂം ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ. അപ്പോൾ ഇനീഷ്യൽ വോള്യൂം വി, ഫൈനൽ വോള്യൂം 2v. ആ പാത്രത്തിൽ നിറച്ചു വെച്ചേക്കുന്ന ഗ്യാസിലെ വോള്യൂം കൂടിയ കണ്ടല്ലോ, 2v. അപ്പോൾ നോക്കൂ, പ്രഷർ ഇൻറ്റു വോള്യൂം ഈസ് എ കോൺസ്റ്റന്റ്. പ്രഷർ ഇൻറ്റു വോള്യൂം എപ്പോഴാണ് കോൺസ്റ്റന്റ് ആവുക? പി വി സി = NRT അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുമ്പോഴാണ് പ്രഷർ ഇൻറ്റു വോള്യൂം കോൺസ്റ്റന്റ് ആവുക. പ്രഷർ ഇൻറ്റു വോള്യൂം കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ വോള്യത്തിന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി ഓർ പ്രഷർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ വോള്യൂം. ഇനി അഡിയബാറ്റിക് പ്രോസസ്സിൽ പ്രഷർ ഇൻറ്റു വോള്യൂം റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ പ്രഷർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ വി റേസ് ടു ഗാമ. സോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഫൈനൽ പ്രഷർ രണ്ടും 2v ആണ്. ഇനി ഫൈനൽ പ്രഷർ ഡിഫറൻ്റ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിൽ ഈ പോയിന്റും ഒരേ വോള്യത്തിലാണ്. അപ്പോൾ എക്സാക്സ് വൈക്ക് പാരലായിട്ട് എക്സാക്സിലേക്ക് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ പോയിന്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ എക്സാക്സിലെ കോമ്പണന്റ് കോൺസ്റ്റന്റ് ആണ്, വിച്ച് മീൻസ് സെയിം ആണ് രണ്ട് ഗ്രാഫിനും. അപ്പോൾ ഇവിടെ ഫൈനൽ ഗ്രാഫ് ഒരേ വോള്യത്തിലെത്തി നിൽക്കുന്നതുകൊണ്ട് ഈ ഫൈനൽ പൊസിഷൻ എടുത്താൽ മതി. അങ്ങനെ തന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഇങ്ങനെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ എക്സ് ആക്സിസ് സെയിം ആയ രണ്ട് പോയിന്റ് ഗ്രാഫിൽ കിട്ടും. രണ്ട് ഗ്രാഫാണ്, രണ്ട് പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ രണ്ടും ഒരേ വോള്യമാണ്. അപ്പോൾ ആ വോള്യം ഇവിടെയും സെയിം വോള്യമാണ്. ഒരേ വോള്യം കിട്ടുന്ന രണ്ട് പോയിന്റ് സെലക്ട് ചെയ്താൽ ആ വോള്യം ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ 2 അതിനനുസരിച്ചാണ് പ്രഷർ ഉണ്ടാവുക. ഇവിടെ നിങ്ങൾ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 റേസ് ടു ഗാമ എന്ന് വരും. ഗാമ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇത് അഡിയബാറ്റിക് പ്രോസസ്സിൽ ഗാമ CP/CV മോണോ അറ്റോമിക്കിനും ഡയ അറ്റോമിക്കിനും പോളി അറ്റോമിക്കിനും ഒക്കെ തന്നെ 1 something ആണ് വരിക. ഇവിടെ 1 something വരും. ഇവിടെ 1 something പവർ വന്നു കഴിഞ്ഞാൽ 2-നേക്കാൾ വലുതാണ് 2 റേസ് ടു ഒരു 1.5 1.6 എത്ര ആണെങ്കിലും. 2 റേസ് ടു 2 എന്ന് പറയുമ്പോൾ അത് 4 ആയി. അപ്പോൾ 2 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 റേസ് ടു 1-ൻ്റെയും 2-ൻ്റെയും ഇടയിലുള്ള നമ്പർ എന്ന് പറയുന്നത് 4-ൻ്റെയും 2-ൻ്റെയും ഇടയിലുള്ള നമ്പർ ആൻസർ കിട്ടും. അപ്പോൾ 2 റേസ് ടു 1 2 ആണ്, 2 റേസ് ടു 2 4 ആണ്. അപ്പോൾ 2 റേസ് ടു 1.3 ഒക്കെ എന്തായിരിക്കും? ഈസ് സംവെയർ ഇൻ ബിറ്റ്വീൻ ഗ്രേറ്റർ ദാൻ 2 ലെസ് ദാൻ 4. എനിവേ ഈ നമ്പർ, ആ നമ്പറിനെ പവർ എടുക്കുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ 2 ആവും. ഗ്രേറ്റർ ദാൻ 2 ആയാൽ ഡിനോമിനേറ്റർ കുറച്ച് വലുതാവും, അപ്പോൾ പ്രഷർ നന്നായിട്ട് കുറയും. അപ്പോൾ വോള്യം ഡബിൾ ആയാൽ എന്താ സംഭവിക്കാന്നറിയോ? വോള്യം ഡബിൾ ആയാൽ അഡിയബാറ്റിക് പ്രോസസ്സ് പി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വി ആണെങ്കിൽ വോള്യം 2v ആയാൽ പ്രഷർ ബൈ 2 ആവും. ഐസോതെർമൽ പ്രോസസ് പി വി റേസ് ടു 1 is a constant. Adiabatic PV raised to gamma is a constant. Pressure is inversely proportional to volume. അപ്പോൾ വോള്യം ഡബിൾ ആയാൽ പ്രഷർ ബൈ ഡബിളിനേക്കാൾ കുറയുക ചെയ്യുക എന്ന് വെച്ചാൽ പ്രഷർ ബൈ 2-നേക്കാൾ കുറയും. സോ പ്രഷർ ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ബൈ 2. അപ്പം പ്രഷർ ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് പ്രഷർ ബൈ 2. അപ്പം പി വി റേസ് ടു 1, പി വി ഇസ് എ കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോള്യൂം ആണ്. സോ വോള്യം ഒരു പർട്ടിക്കുലർ വാല്യൂ, അതേ വോള്യം പി വി റേസ് ടു ഗാമ കോൺസ്റ്റന്റ് ആയ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണെങ്കിൽ പ്രഷർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ബൈ വോള്യൂം. ഇവിടെ രണ്ടിടത്ത് ഒരേ വോള്യം കൊടുത്താൽ ഇവിടെ വെറും ആ വോള്യം മാത്രമേ ഉള്ളൂ. ഇവിടെ വോള്യം റേസ് ടു ഗാമ ഉള്ളതുകൊണ്ട് ഇവിടെ കിട്ടുന്ന പ്രഷറിനേക്കാൾ കുറവായിരിക്കും പ്രഷർ. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സിൽ ഫൈനൽ ഒരേ വോള്യം എടുക്കുകയാണെങ്കിൽ കുറവ് പ്രഷർ ഉള്ളത്, ഐ മീൻ കമ്പാരിറ്റീവ്ലി ഇത് പി കമ്പാരിറ്റീവ്ലി ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് കുറവ്? ഇത് 0 മുതൽ ഇവിടം വരെ, 0 മുതൽ ഇവിടം വരെ. അപ്പോൾ ഇതാണ് കുറവുള്ളത് ഏതായിരിക്കും? അഡിയബാറ്റിക്. ഗാമ കൂടുന്നതിനനുസരിച്ച് ഫൈനൽ പ്രഷർ കുറയുക ചെയ്യുക. അതുകൊണ്ടാണ് അടിയിലുള്ളത് അഡിയബാറ്റിക് നമ്മൾ പറയുന്നത്. സോ ദാറ്റ് ഇസ് എ കമ്പാരിസൺ. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ് പി വി റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ പി വി റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് സെവറൽ ഇക്വേഷൻസ് അതിൻ്റെ അകത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയെന്ന് അറിയാം. പി വി റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റന്റ്. നമുക്കറിയാം പി വി is equal to NRT, RT എന്ന് എഴുതാം. അപ്പോൾ പ്രഷറിനെ അവിടുന്ന് മാറ്റണമെങ്കിൽ പ്രഷറിനെ മാറ്റണമെങ്കിൽ പ്രഷറിനൊരു ഇക്വേഷൻ കൊടുക്കുക. പ്രഷർ ഇസ് ഈക്വൽ ടു
ആർ ടി ഡിവൈഡഡ് ബൈ വി. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പ്രഷറിന്റെ സ്ഥാനത്ത് ആർ ടി ഡിവൈഡഡ് ബൈ വി, വി മുകളിലേക്ക് വരും, വി റേസ് ടു -1 ഇൻറ്റു വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. അപ്പം യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് അങ്ങോട്ടേക്ക് പോയിക്കോട്ടെ. ടെമ്പറേച്ചർ ഇൻറ്റു വോളിയം റേസ് ടു ഇവിടെ -1, ഇവിടെ ഗാമ, അപ്പോൾ ഗാമ -1 ടോട്ടൽ എടുത്താൽ ഇസ് എ കോൺസ്റ്റന്റ്. ഇനി നമുക്ക് അവിടുന്ന് വോള്യത്തിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയാൽ ആർ ടി ബൈ പി എന്ന് വരും. അതെടുത്തിട്ട് പി വി റേസ് ടു ഗാമയിൽ വോള്യത്തിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പ്രഷർ അങ്ങനെ തന്നെ വരട്ടെ. വോള്യത്തിന് പകരം ആർ ടി റേസ് ടു ഗാമ ഡിവൈഡഡ് ബൈ പി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. ഈ ആർ അങ്ങോട്ട് പോയാൽ കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസ്റ്റന്റ് ബൈ കോൺസ്റ്റന്റ് എഗെയിൻ കോൺസ്റ്റന്റ് ആവും. പ്രഷർ റേസ് ടു മൈനസ് ഗാമ, താഴെയുള്ള പി റേസ് ടു ഗാമ മുകളിലേക്ക് വന്നാണ്. ടെമ്പറേച്ചർ റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ പ്രഷർ റേസ് ടു 1, പ്രഷർ റേസ് ടു മൈനസ് ഗാമ ചേർത്ത് എഴുതിയാൽ 1 മൈനസ് ഗാമ ഇൻറ്റു ടെമ്പറേച്ചർ റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. അപ്പം ഈ 3 ഇക്വേഷനും വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ടാവും. അപ്പോൾ നോക്കൂ, പ്രഷർ വോളിയം റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. ഇവിടെ ഈ വോളിയം അങ്ങനെ തന്നെ വെച്ചിട്ട് പ്രഷറിന്റെ സ്ഥാനത്ത് ടെമ്പറേച്ചർ ഒരാളെ മാറ്റി. ഈ പ്രഷർ എന്ന് പറഞ്ഞ ആളെ മാറ്റിയപ്പോൾ ഗാമ -1 ആയി, ഒരാളെ മാറ്റിയപ്പോൾ ഗാമ -1 ആയി. ഇനി ഈ ടെമ്പറേച്ചറിനെ അങ്ങോട്ടേക്ക് കൊണ്ട് ഈ വോള്യത്തിന് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട്, ഐ മീൻ ഇതിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ ഇല്ലേ അതിനെ മാറ്റി വീണ്ടും പ്രഷറിനാക്കുക. ഈ വോള്യത്തിന് സ്ഥാനത്ത് ടെമ്പറേച്ചർ ആക്കുക. അപ്പം ഒരു ഓർത്ത് വെക്കാനുള്ള ഒരു ഐഡിയക്ക് പറയുകയാണേ, സി പ്രഷറിനെ മാറ്റി ടെമ്പറേച്ചർ ആക്കി, വോള്യം അനക്കാതെ. അപ്പോൾ പ്രഷറിനെ മാറ്റി ടെമ്പറേച്ചർ ആക്കിയപ്പം പ്രഷർ ആണെങ്കിൽ റേസ് ടു ഗാമ, ആ പ്രഷറിനെ മാറ്റി ടെമ്പറേച്ചർ ആക്കുമ്പം ഗാമ -1, ഒരാളെ മാറ്റിയതിൻ്റെ -1. ഓക്കെ, ഇനി ടെമ്പറേച്ചറിനെ അങ്ങനെ തന്നെ നിർത്തിയിട്ട് ഈ വോള്യത്തിനെ മാറ്റി പ്രഷർ കൊണ്ടുവരുമ്പം വോള്യത്തിനെ മാറ്റി പ്രഷർ കൊണ്ടുവരിക. അപ്പോൾ പ്രഷർ വോള്യം, അപ്പോൾ വോള്യം ഇവർ അടുത്തടുത്ത 2 ആൾക്കാരാ, ഒരാളെ മാറ്റി മറ്റേ കൊണ്ടുവരിക. അപ്പോൾ പവർ നേരെ തിരിഞ്ഞു. വോള്യം റേസ് ടു ഗാമ -1 ഉള്ളത് 1 മൈനസ് ഗാമയായി പ്രഷറായപ്പോൾ. ആ ടെമ്പറേച്ചറിന് മുകളിൽ ഗാമയും വന്നു. അപ്പോൾ ഓർത്ത് വെക്കാനുള്ള എളുപ്പപ്പണി പറഞ്ഞുതരാം. സി ഗൈസ്, പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. ഞാൻ പ്രഷറിനെ മാറ്റി ടെമ്പറേച്ചർ എഴുതുമ്പം ഒരാളെ മാറ്റിയല്ലോ, അപ്പോൾ വോളിയം റേസ് ടു മാറ്റിയത് കൊണ്ട് അവിടെ ഗാമ -1 ആയി, ഈസ് എ കോൺസ്റ്റന്റ്. ഇനി ടെമ്പറേച്ചർ, അതായത് പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ് ആണ് ജനറൽ ഇക്വേഷൻ. അവിടുന്ന് നമ്മൾ ഇതിലേക്ക് എത്തി. ഇനി നമ്മൾ ഇവിടെ കാണുന്ന ഈ വോള്യം ഇല്ലേ, ആ വോള്യത്തിന് പകരം ഞാൻ പ്രഷറാണ് എഴുതുന്നത്. അപ്പോൾ വോള്യത്തിനെ മാറ്റി പ്രഷർ ആക്കുക, പിനെ മാറ്റി വി ആക്കുമ്പോൾ ഗാമ -1 മൈനസ് ഗാമ ഇൻറ്റു ടെമ്പറേച്ചർ റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. സോ അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമുക്ക് ഈ ഇക്വേഷൻ ധാരാളം. സോ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിൽ ജനറലി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോസസ്സാക്കി സ്പ്ലിറ്റ് ചെയ്താൽ ഐസോതെർമൽ, അഡിയബാറ്റിക്, ഐസോകോറിക്, ഐസോബാറിക്. അപ്പോൾ ജനറൽ തെർമോഡൈനാമിക് പ്രോസസ്സ്, എല്ലാ തെർമോഡൈനാമിക് പ്രോസസ്സും പോളിട്രോപ്പിക് ആണ് ജനറലി പറയാം. അതായത് പോളിട്രോപ്പിക് എന്ന് പറഞ്ഞാൽ പി വി റേസ് ടു എക്സ്, പ്രഷറും വോളിയവും മാറുന്നതിൻ്റെ ഒരു രീതി ഒരു ഫിക്സ്ഡ് പാറ്റേണിൽ മാറുകയാണെങ്കിൽ ആ പാറ്റേൺ എന്താണ്, അതാണ് എക്സ്. അങ്ങനെ ഏത് പാറ്റേണിൽ ചേഞ്ച് ചെയ്യുന്നതിനെയും കോമൺ ആയിട്ട് നമ്മൾ പോളിട്രോപ്പിക് എന്ന് പറയുന്നു. ആ പോളിട്രോപ്പിക് പ്രോസസ്സിൽ സി ഗൈസ്, അങ്ങനെയുള്ള പോളിട്രോപ്പിക് പ്രോസസ്സിൽ ആ എക്സിൻ്റെ വാല്യൂ, ഓരോ വാല്യൂ വരുന്നതിനനുസരിച്ച് എക്സിൻ്റെ വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതൊരു ഐസോബാറിക് പ്രോസസ്സും, എക്സ് ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഒരു ഐസോതെർമൽ പ്രോസസ്സും, എക്സ് ഗാമയാകുമ്പോൾ ഒരു അഡിയബാറ്റിക് പ്രോസസ്സും, എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് അതൊരു ഐസോകോറിക് പ്രോസസ്സും. ഗോട്ട് ഇറ്റ്? സോ ഗൈസ് നോക്ക്, ഇവിടെ ഡിഫറെൻ്റ് അഡിയബാറ്റിക് പ്രോസസ്സ് ഗ്രാഫ് പി വി ഗ്രാഫായിട്ട് തന്നാൽ അത് മോണോ അറ്റോമിക്കിൻ്റെ അഡിയബാറ്റിക് പ്രോസസ്സ് ഏതാ, ഡയാറ്റോമിക്കിൻ്റെ അഡിയബാറ്റിക് പ്രോസസ്സ് ഏതാ, പോളി അറ്റോമിക്കിൻ്റെ അഡിയബാറ്റിക് പ്രോസസ്സ് ഏതാ, നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ഐഡിയ ആലോചിച്ച് വെച്ചാൽ മതി. ബിക്കോസ് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം റേസ് ടു ഗാമ, പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. സോ ഗാമ കൂടുന്നതിനനുസരിച്ച് പി വി റേസ് ടു ഗാമ കൂടും. പി വി റേസ് ടു ഗാമ കൂടുമ്പോൾ കറസ്പോണ്ടിങ് പ്രഷർ കുറയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിം വോള്യം വരുന്നൊരു പോയിന്റ് എടുക്കുക. സോ ഇവിടെയൊക്കെ ഒരേ വോള്യമാണ്. ബട്ട് മോണോ അറ്റോമിക്കിൻ്റെ ഗാമ 1.6 ആണ്, ഡയാറ്റോമിക്കിന് 1.4 ആണ്. നമ്മൾ വാല്യൂ കൊടുത്താൽ റേഷ്യോ കൊടുത്താൽ നമുക്ക് കിട്ടും. പോളി അറ്റോമിക്കിന് 1.33 ആണ്. അപ്പോൾ ഗാമ ഏറ്റവും കൂടുതൽ മോണോ അറ്റോമിക്കിനാണ്. ഗാമ കൂടുന്നതിനനുസരിച്ച് ഇവിടെയൊക്കെ നമ്മൾ ഒരേ വോള്യമാണ്. അപ്പോൾ ഒരേ വോള്യം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗാമ മാത്രമേ മാറ്റം വരുന്നുള്ളൂ.
അപ്പോൾ മോണോക്കും ഡയാക്കും പോളിക്കും ഒരേ വോള്യം ആണ് ഫൈനലി വരുന്നതെങ്കിലും മോണോക്ക് ഗാമ കൂടുതൽ, അപ്പോൾ പ്രഷർ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പം ഗാമ ആർക്കാ കൂടുതൽ? ഏറ്റവും മോണോ, പിന്നെ ഡയ, പോളി. അപ്പം ഒരേ വോള്യത്തിൽ നിൽക്കുന്ന സ്റ്റേജിൽ നമ്മൾ ഗാമയുടെ വാല്യൂ കൊടുക്കുമ്പം ഏറ്റവും കുറവ് വരുന്നത്, ഒരേ വോള്യം ആണെങ്കിൽ ഏറ്റവും കുറവ് വരുന്നത് പോളിക്കാണ്. അപ്പോൾ ഏറ്റവും കുറവ് വരുമ്പം വി റൈസ് ടു ഗാമ കുറഞ്ഞതിനനുസരിച്ച് പ്രഷർ കൂടും. അപ്പം നമ്മൾ ഈ ഗ്രാഫിൽ ഏറ്റവും കുറവ് പ്രഷർ ഉള്ളത്, ഏറ്റവും കുറവ് പ്രഷർ വരിക, ഏറ്റവും കൂടുതൽ ഗാമ വാല്യൂ ഉള്ള ആൾക്കാണ്. ഏറ്റവും കൂടുതൽ ഗാമ വാല്യൂ ഉള്ളത് മോണാണ്. മോണോ ആണ് അടിയിലുണ്ടാവുക, അത് കഴിഞ്ഞാൽ ഡയ, അത് കഴിഞ്ഞാൽ പോളി. ഇനി ഇതിനകത്തൊരു ഐസോതെർമൽ പ്രോസസ്സും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു ഏത് ഗ്യാസ് ആണെങ്കിലും ഐസോതെർമൽ പ്രോസസ് ആണ് നടക്കുന്നതെങ്കിൽ അതിൻ്റെയും മുകളിലാണ് ഉണ്ടാവുക. ബിക്കോസ് ഐസോതെർമൽ പ്രോസസ്സിൽ PV റേസ് ടു 1 ഇസ് എ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വോള്യത്തിൻ്റെ മുകളിൽ വരുന്ന പവർ അത് ഗാമയല്ല, PV റേസ് ടു 1 ഇസ് എ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഗാമക്ക് സിമിലർ ആയിട്ട് വരുന്ന വാല്യൂ 1 ആണ് ഐസോതെർമൽ. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സ് ഐസോതെർമൽ വരയ്ക്കുമ്പോൾ അടിയിലുള്ളതാവാനുള്ള കാരണം പ്രഷർ കുറവ് അഡിയബാറ്റിക് പ്രോസസ്സിനായിരിക്കും. അതിൽ തന്നെ ഏറ്റവും കുറയുന്നതിനനുസരിച്ചാണ് ഈ Y ആക്സിസ് താഴേക്ക് വരിക. ഏറ്റവും കുറവ് മോണോക്കായിരിക്കും ഒരേ വോള്യത്തിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ സം ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. എല്ലാ തെർമോഡൈനാമിക് പ്രോസസ്സിൻ്റെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ ആകെ ഇത്രയും നമുക്ക് കോൺസെപ്റ്റ് ഉള്ളൂ. പിന്നെ സൈക്ലിക് പ്രോസസ്സിൻ്റെ കോൺസെപ്റ്റാണ്. നമ്മൾ ഓൾറെഡി ഈ പഠിച്ച സാധനങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സൈക്ലിക് പ്രോസസ്സും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ 1-2 ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. നമുക്ക് ഏതോ തെർമോഡൈനാമിക് പ്രോസസ്, ഫൈനൽ വോള്യം 2V, ടെമ്പറേച്ചർ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അവർ തരുന്നു PV റേസ് ടു 1/2 ഇസ് എ കോൺസ്റ്റന്റ്. PV റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോള്യം റേസ് ടു 1/2. കാരണം ഈ വോള്യം റേസ് ടു 1/2 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ, സോ പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോള്യം റേസ് ടു 1/2. പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് വോള്യം. സോ പ്രഷർ, ടെമ്പറേച്ചർ നമ്മളുടെ കണക്ഷനാണ് വേണ്ടത് അല്ലേ? ഓക്കെ. സോ ഈ അപ്രോച്ച് അല്ല, പ്രഷർ ഇൻറ്റു വോളിയം റേസ് ടു 1/2 ഇസ് എ കോൺസ്റ്റന്റ്. 1/2 ഇസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഗാമക്ക് സിമിലർ ആയിട്ട് അവിടെ വരുന്ന ആളാരാ? 1/2 ആണ്. ഗാമക്ക് പോലെ ഇത് ഒരു പോളിട്രോപ്പി പ്രോസസ്സാണ്, അഡിയബാറ്റിക് അല്ല. അപ്പോൾ നമ്മൾ ഈ പ്രഷറിനെ മാറ്റിയിട്ട് അവിടെ ടെമ്പറേച്ചർ ആക്കുക. അപ്പോൾ ഒരാളെ മാറ്റിയല്ലോ, അപ്പം വോളിയം റേസ് ടു ഗാമ -1 എഴുതിയ പോലെ പവർ എന്താണോ പവർ -1. ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നേരത്തെ ഗാമ വെച്ചിട്ട് ഞാൻ ചെയ്ത എക്സ്പ്ലനേഷൻ അതന്നെ യൂസ് ചെയ്താൽ മതി. പ്രഷറിനെ മാറ്റുമ്പോൾ പ്രഷർ ഇസ് ഈക്വൽ ടു nRT ഡിവൈഡഡ് ബൈ വോള്യം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ nRT, ടെമ്പറേച്ചറിൻ്റെ NOR അപ്പുറത്തേക്ക് പോകും, ടെമ്പറേച്ചറിൻ്റെ താഴെ ഒരു വോള്യം ഉണ്ടാവും. ആ വോള്യം മുകളിലേക്ക് കയറ്റിയിടുമ്പോൾ വോള്യം റേസ് ടു -1 ആവും. ആ -1 ആണ് നമ്മൾ ഈ കാണുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻറ്റു വോള്യം 1/2 -1, 1/2 -1 -1/2, ശരിയല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ വോളിയം റേസ് ടു 1/2. അപ്പോൾ വോളിയം റേസ് ടു 1/2 വോളിയം മുകളിലേക്ക് വരുമ്പോൾ ടെമ്പറേച്ചർ ഇസ് പ്രൊപ്പോർഷണൽ ടു വോളിയം റേസ് ടു 1/2. ടെമ്പറേച്ചർ ഇസ് പ്രൊപ്പോർഷണൽ ടു √V. ഈ -1/2 മുകളിലേക്ക് വരുമ്പോൾ പ്ലസ് ആവും. അപ്പം V2 2V ആയെങ്കിൽ, വോള്യം ഡബിൾ ആയെങ്കിൽ ടെമ്പറേച്ചർ T2 ഈസ് ഈക്വൽ ടു √2 ടൈംസ് ഓഫ് T1 ആയിട്ടുണ്ടാവും. സോ T2 ഡിവൈഡഡ് ബൈ T1 ഈസ് ഈക്വൽ ടു 1/√2. സോ ഓപ്ഷൻ ബി. സി, ഒരു സൈക്ലിക് പ്രോസസ്സാണ് ഇവിടെ കാണുന്നത്. സൈക്ലിക് പ്രോസസ്സിൽ നെറ്റ് വർക്ക് ഡൺ എത്രയാണെന്ന് ചോദിച്ചത്. ആലോചിച്ച് നോക്ക്, ഇതിൽ ഏതൊക്കെ പ്രോസസ്സ്? പ്രഷർ കോൺസ്റ്റന്റ് ആയ പ്രോസസ്, ദിസ് വൺ പ്രഷർ കോൺസ്റ്റന്റ്. വോള്യം കോൺസ്റ്റന്റ് ആയ പ്രോസസ്, then this one is an isothermal process. ഓക്കെ, കാരണം എങ്ങനെ മനസ്സിലായി എന്നറിയോ? പ്രഷർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വോള്യം ചേഞ്ച് ആയി. ഇവിടെ ആക്ച്വലി പ്രഷർ P2 ഈസ് ഈക്വൽ ടു P1/2 ആണ്. അത് ആക്ച്വലി ഡാറ്റയിലുണ്ട്, അങ്ങനെ തരും. അല്ലെങ്കിൽ അത് അഡിയബാറ്റിക് ഐസോതെർമൽ പ്രോസസ്സാണെന്ന് ക്വസ്റ്റ്യനിൽ പറയും, അല്ലെങ്കിൽ ഇവിടെ പ്രഷറിൻ്റെ വാല്യൂ പറയും. അപ്പം വോള്യം ഡബിൾ ആകുമ്പോൾ പ്രഷർ പകുതിയായി എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ പ്രോസസ്സാണ്. അല്ലെങ്കിൽ ഇതൊരു ഐസോതെർമൽ പ്രോസസ്സാണ് AB എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഡബിൾ ആകുമ്പോൾ വോള്യം പകുതിയാവും, ബിക്കോസ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ല ഐസോതെർമൽ. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ T ആണ്, ഫൈനൽ ടെമ്പറേച്ചറും T ആണ്. ദെൻ
ഈ പ്രോസസ്സിൻ്റെ വർക്കാണ്. ഇതിൽ 3 പ്രോസസ്സ് ഇല്ലേ? പ്രഷർ കോൺസ്റ്റന്റ് ആയ പ്രോസസ്സ് ഐസോബാറിക് പ്രോസസ്സ്. ഐസോബാറിക് പ്രോസസ്സിലെ വർക്ക് ഡൺ പി ഡെൽറ്റ വി, റൈറ്റ്, പ്ലസ് ഐസോതെർമൽ പ്രോസസ്സാണ് രണ്ടാമത്തെ. ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡൺ ലെറ്റ് ഇറ്റ് ബി എൻ ആർ ടി എൽ എൻ V2 by V1. ദെൻ പി ഡെൽറ്റ വി പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഇനി മൂന്നാമത്തെ ഒരു പ്രോസസ് ഉണ്ട് ഐസോകോറിക് പ്രോസസ്, അതിൽ വർക്ക് ഡൺ 0 ആണ്. സോ പി ഡെൽറ്റ വി ക്യാൻ ബി റിട്ടൺ ആസ് എൻ ആർ ഡെൽറ്റ ടി. ഐസോബാറിക് പ്രോസസ്സിൽ ഈ റീജിയനിലുള്ള ഐസോബാറിക് പ്രോസസ്സിലുള്ള ടെമ്പറേച്ചർ ചേഞ്ച് ആണ് ഡെൽറ്റ ടി. അപ്പോൾ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു, ഇവിടെ ടി ടെമ്പറേച്ചർ ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം വോള്യം 2V V ആയി, എന്ന് വെച്ചാൽ വോള്യം പകുതിയായി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. പി വി സി ഈക്വൽ ടു എൻ ആർ ടിയിൽ കോൺസ്റ്റന്റ് പ്രഷറിൽ വോള്യം കുറയുമ്പം ടെമ്പറേച്ചർ കുറയും. അപ്പം ടി ബൈ 2 ആവും. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ടി മൈനസ് ടി ബൈ ടു. അത് മൈനസ് ആണ് വരിക, ബിക്കോസ് കംപ്രഷൻ അല്ലേ. ടി ഫൈനൽ ടെമ്പറേച്ചർ ടി ബൈ 2 മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ ടി മൈനസ് ടി ബൈ 2 ആണ് വരിക. എനിവേ ഇതൊരു ഐസോബാറിക് പ്രോസസ്സിൽ വോള്യം കുറയാണ്, അപ്പോൾ അത് മൈനസ് വരിക. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് നമുക്ക് കിട്ടി. യെസ്. അപ്പോൾ പി ഡെൽറ്റ വിക്ക് പകരം എൻ ആർ ഡെൽറ്റ ടി മൈനസ് ടി ബൈ 2 പ്ലസ് എൻ ആർ ടി എൽ എൻ ഫൈനൽ വോള്യം 2V, ഇനീഷ്യൽ വോള്യം V, സോ എൽ എൻ 2 ലോഗ് 2. തിരിച്ചിട്ട് കഴിഞ്ഞാൽ എൻ ആർ ടി കോമൺ ആയിട്ട് പുറത്തേക്ക് വരും. എൽ എൻ 2 മൈനസ് 1/2. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. അടുത്ത് നോക്ക്. പി വി ഡയഗ്രാം ഓഫ് 2 mole of helium gas, certain process A to be shown in figure. What is the heat given to the system during the process? ഇത് കാണുന്ന സമയത്ത് ചില ആളുകൾ ഇപ്പോഴും വിചാരിച്ചിട്ടുണ്ടാവും ഇതൊരു ഐസോതെർമൽ പ്രോസസ് ആണെന്ന്. പ്രഷറും വോള്യൂം ഇങ്ങനെ കൂടുന്നത് കാണുമ്പോൾ. അല്ല, പ്രഷറും വോള്യൂം ചേഞ്ച് ആണ്, ശരിയാണ്. പക്ഷേ ഐസോതെർമൽ പ്രോസസ് ആവണമെങ്കിൽ പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടിയിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ പ്രഷർ കൂടുമ്പോൾ വോള്യൂം കുറയാണ് വേണ്ടത്. ഗ്രാഫ് ഷുഡ് ബി ലൈക്ക് ദിസ്. ദിസ് ഇസ് നത്തിങ് ബട്ട് പ്രഷർ ഇൻക്രീസസ്, വോള്യൂം ഓൾസോ ഇൻക്രീസസ്. ഇതെന്താ സംഭവം എന്നറിയോ? പ്രഷർ ഇൻറ്റു വോള്യൂം റേസ് ടു -1 ഇസ് എ കോൺസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ വോള്യൂം അങ്ങോട്ടേക്ക് പോയാൽ വി റേസ് ടു -1. അപ്പം പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/v റേസ് ടു -1. പ്രഷർ ഇസ് പ്രൊപ്പോർഷണൽ ടു വി റേസ് ടു -1 മുകളിലേക്ക് പോയാൽ വി റേസ് ടു +1. അപ്പോൾ പ്രഷർ ഇസ് പ്രൊപ്പോർഷണൽ ടു വോള്യൂം. അപ്പോൾ പി വി റേസ് ടു -1 ഇസ് എ കോൺസ്റ്റന്റ്. എന്ന് വെച്ചാൽ ഇതൊരു പോളിട്രോപ്പിക് പ്രോസസ് ആണ്. ഐസോതെർമൽ അല്ല, അഡിയബാറ്റിക് അല്ല, ഐസോകോറിക് അല്ല, ഐസോബാറിക് അല്ല. അപ്പം ഇങ്ങനെ ഒരു ഗ്രാഫ് പ്രഷർ വോള്യത്തിൽ കണ്ടാൽ അതൊരു നെയിംഡ് പ്രോസസ് അല്ല. ഐസോതെർമൽ, അഡിയബാറ്റിക്, ഐസോകോറിക് അതിൽ പെടില്ല. അതൊരു പോളിട്രോപ്പിക് പ്രോസസ് ആണ്. എനിവേ ഏത് പ്രോസസ് ആണെങ്കിലും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്, ബിക്കോസ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിയല്ലേ? ഇങ്ങനൊരു പ്രോസസ്സിൽ ഹീറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി പ്ലസ് വർക്ക് ഡൺ. വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പ്രഷർ സി P0 2P0, ഇവിടെ P0 2P0, വോള്യൂം V0 2V0. So area under the graph half into P0 plus final pressure 2P0 അല്ലേ, 2P0 into change in volume 2V0 minus V0 it V0. So 3/2 P0 V0 that is equal to work done. 3/2 P0 V0 that is equal to work done. ശരിയല്ലേ? യെസ്. നൗ ഇന്റേണൽ എനർജി ചേഞ്ച് ഡെൽറ്റ യു. ഇത് ഏത് ഗ്യാസ് ആണ് നോക്കൂ. അവിടെയാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് മോളിക്യൂൾ കയറി വരുന്നത്. 2 gram ഓഫ് ഹീലിയം ഗ്യാസ്. ഹീലിയം ഇസ് എ മോണോഅറ്റോമിക് ഗ്യാസ്. മോണോഅറ്റോമിക് ഗ്യാസിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 3/2. സോ 3/2 മോണോഅറ്റോമിക്കിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 3/2. അപ്പം ചേഞ്ച് ഇൻ ഇന്റേണൽ ഈസ് ഈക്വൽ ടു നമുക്ക് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ ഈസ് ഈക്വൽ ടു NCV ഡെൽറ്റ ടി ആൻഡ് CV ഈസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് ഫ്രീഡം 3/2. സോ 3/2 R. സോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു N ഇൻറ്റു 3/2 R ഡെൽറ്റ ടി. ആ 3/2 പുറത്തേക്ക് വെച്ചാൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു 3/2 N R ഡെൽറ്റ ടി. നമുക്ക് വർക്ക് കിട്ടിയത് പ്രഷറിൻ്റെയും വോള്യത്തിൻ്റെയും ടേമിലാണ്.
നമുക്ക് കണ്ടുപിടിക്കേണ്ടതും പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും ടേമിലാണ്. ബിക്കോസ് ഹീറ്റ് അബ്സോർബ്ഡ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു P0 V0. എക്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചത്. അത് ഞാൻ ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് എഴുതിയതാണ്. അപ്പം എക്സിൻ്റെ വാല്യൂ ആണ് എനിക്ക് വേണ്ടത്. സോ ഐ നീഡ് ടു ഫൈൻഡ് ഹീറ്റ് അബ്സോർബ്ഡ് ഇൻ ടേംസ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം P0 and V0. So NR delta T, you can write it as pressure into volume is equal to NR into temperature. അപ്പോൾ ഇവിടെ പ്രഷറും വോളിയം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ചേഞ്ച് ഇൻ പ്രഷർ ഇൻറ്റു വോളിയം ഈസ് ഈക്വൽ ടു NR delta T. അപ്പോൾ NR delta T is equal to ടോട്ടൽ ചേഞ്ച് ഇൻ പ്രഷർ ആൻഡ് വോളിയം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫൈനൽ പ്രഷർ ഇൻറ്റു ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ പ്രഷർ ഇൻറ്റു ഇനീഷ്യൽ വോളിയം. ഇനീഷ്യൽ പ്രഷറും വോളിയം P0 V0 ആണ്. സോ യു വിൽ ഗെറ്റ് 4, 2 into 2, 4 P0 V0 minus P0 V0, that is 3 P0 V0. 3 P0 V0. So NR delta T together you will get 3 P0 V0. N in ഉൾപ്പെടെ കിട്ടും. അപ്പോൾ ഇനി നമ്പർ ഓഫ് മോൾസ് ഇനി 2 gram ഹീലിയം വെച്ച് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കേണ്ട. സോ യു വിൽ ഗെറ്റ് ഇവിടെ NR delta Tക്ക് 3 P0 V0 കൊടുക്കുമ്പോൾ delta U is equal to 3/2 into 3 P0 V0. So that is 9/2 P0 V0. അപ്പോൾ ഇന്റേണൽ എനർജി ചേഞ്ച് കിട്ടി. സോ ഡെൽറ്റ W is equal to internal energy change 9/2 P0 V0 and work done we already got it as 3/2 P0 V0. So 9 plus 3, that is 12/2. Delta Q is equal to 6 P0 V0. So that is the value of X. Here it is 6. So that's it. അപ്പോൾ തെർമോഡൈനാമിക്സ് മൊത്തത്തിൽ നമുക്ക് കൈനറ്റിക് തിയറിയും തെർമൽ പ്രോപ്പർട്ടീസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പഠിച്ചാൽ ഒരുപാട് ടോപ്പിക്സ് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ കംപ്ലീറ്റ് തെർമോഡൈനാമിക് പ്രോസസ്സിൻ്റെ ഒരു കൺക്ലൂഷൻ, ഒരു ഷോർട്ട് നോട്ട് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് മീ JB ഫ്രം സൈലന്റ് ലേണിംഗ്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് സെഷനിൽ കാണാം. ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.